floating through the air. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ആമ്പൽക്കുളമാണ്. ചെറിയൊരു മിനിയേച്ചർ ആമ്പൽക്കുളം. ഇതിനെ ആമ്പലെന്നും പൂത്താലി എന്നുമൊക്കെ ഇവിടെ പറയാറുണ്ട്. ഏതായാലും നമുക്ക് എൻ്റെ വീഡിയോ കാണാം. ഇത് അധികവും പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചാണ് ഈ ആമ്പൽപ്പൂ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്കായി ഞാൻ തിരഞ്ഞെടുത്തത് ഒരു ഫെവിക്കോളിൻ്റെ ബോട്ടിലാണ്. ഇതിൻ്റെ ഇതളുകൾ ഇതുപോലെ മുറിച്ചെടുക്കാം. ആദ്യമായി ഇതളുകൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇതളുകൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഒന്നിച്ച് മുറിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ഇത് ഒട്ടിച്ചെടുക്കണം. ഇത് നടുഭാഗത്തേക്കായി ഇതുപോലെ തന്നെ ഒരു റൗണ്ടായി മുറിച്ചെടുത്ത് അതിന് ചുറ്റുമായി ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ പെറ്റൽസും അതിന് മുകളിലോട്ടായി ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇതിൻ്റെ തണ്ടിലേക്കായി ഞാനൊരു ബോട്ടിലിൻ്റെ പീസ് മുറിച്ചെടുത്ത് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് ചെറുതായി ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. ആ തണ്ട് പൂവിനോട് ഒട്ടിച്ചേർന്ന ആ ഭാഗം ചെറുതായി കൂടുതലായി മുറിച്ചെടുത്ത് ചെറുതായി അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. മുകൾ ഭാഗം ചെറുതായി ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം 1-2 മൊട്ടുകളും കൂടി ഉണ്ടാക്കി. അത് നമ്മുടെ മോൾഡിറ്റ് ക്ലേയിൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മൊട്ടുകൾ ഉണ്ടാക്കിയെടുത്തത്. ക്ലേ നടുവിൽ വെച്ച് ഇതിൻ്റെ ഇതളുകൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി അത് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ഇതുപോലൊരു പ്ലാസ്റ്റിക് മൂടിയെടുത്ത് അതിൽ സിമൻറ്റ് കുഴച്ച് മിക്സാക്കി അതിലേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു പ്ലാസ്റ്റിക് മൂടിയിൽ തന്നെ 2-3 എണ്ണം ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കാം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നന്നായി ഉറച്ചു നിൽക്കും. ഇനി അതിന് ചെറുതായൊരു റോസ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഷെയ്ഡ് മാത്രമാണ് കൊടുത്തത്. പിന്നെ അതിന് നടുഭാഗത്തേക്കായി ചെറുതായി ഒരു വൂളൻ നൂല് മുറിച്ചെടുത്ത് അതിന് നടുഭാഗത്ത് മധ്യഭാഗത്തായി ഒട്ടിച്ചു കൊടുത്തു. പിന്നെ തണ്ടിലേക്കായി പച്ച കളറ് അടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ഇലകളും ഇതേപോലെ റൗണ്ടാക്കി മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അതും ഇതിനോടൊപ്പം തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ ഈ കുളത്തിൻ്റെ ഒരു ചെറിയ മാതൃക ഉണ്ടാക്കിയത് സിമൻറ്റ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. ഇതുണ്ടാക്കുന്ന വീഡിയോ അടുത്ത പ്രാവശ്യം ഞാനിതിൽ ഇടാം. ഇതൊരു പ്ലാസ്റ്റിക് ട്രേക്കുള്ളിൽ സിമൻറ്റ് തേച്ച് പിടിപ്പിച്ചാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അടുത്ത പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ഇടാം. ഇതൊരു ചെടിച്ചട്ടിയായും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അക്വേറിയത്തിലുള്ള മീനുകളെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. ഇഷ്ടമുള്ളവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള നല്ല വീഡിയോകൾ നമുക്ക് കാണാം. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done.